ഷെഫീഖ് നസ്രുള്ളയിലേക്ക് പോവുകയാണ്. ഷെഫീഖ്, ഈ എം കെ രാഘവൻ പറയുന്ന കാര്യങ്ങളനുസരിച്ച് ഇതിനെ പുഴ കേന്ദ്രീകരിച്ചായിരിക്കും ഈ തെരച്ചിൽ നടത്തുക എന്നുള്ളതാണ് പറയുന്നത്. അദ്ദേഹം ഈ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ബാക്കി എന്തെല്ലാം കാര്യങ്ങളാണ് മാധ്യമങ്ങളോട് എം കെ രാഘവൻ പറഞ്ഞത്? ഷെഫീഖ്, കേൾക്കാമോ? മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സംഭവസ്ഥലം സന്ദർശിച്ചതിനു ശേഷം ഉദ്യോഗസ്ഥരുമായി മീറ്റിംഗ് ചേർന്നിരുന്നു. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അപകടസ്ഥലം സന്ദർശിച്ചതിനു ശേഷം ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച നടത്തിയിരുന്നു. അതിന് റവന്യൂ മന്ത്രി ഉണ്ടായിരുന്നു. കർണാടക റവന്യൂ മന്ത്രി നമ്മോട് മാധ്യമപ്രവർത്തകരോട് വളരെ വിശദമായി തന്നെ ഇപ്പോൾ 90% സ്ഥലത്ത് മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്തു കഴിഞ്ഞു. ഇനി ഈ കരയിൽ മണ്ണ് കൂടിയ ഭാഗത്ത് ട്രക്ക് ഉണ്ടാവാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. എം കെ രാഘവൻ എം പിയും അതോടൊപ്പം തന്നെ എ കെ അഷ്റഫ് MLA-യുമാണ് മുഖ്യമന്ത്രിയുമായി ഈ വിഷയത്തിൽ കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം എം കെ രാഘവൻ എം പി മാധ്യമങ്ങളെ കണ്ടു. അപ്പോഴാണ് ഈ റവന്യൂ മന്ത്രി നേരത്തെ സ്ഥിരീകരിച്ച കാര്യം എം കെ രാഘവൻ എം പിയും പറയുന്നു. 90% സ്ഥലത്തെ മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്തു കഴിഞ്ഞു. ഇനി ഒരു ലോറി നിൽക്കാൻ മാത്രമുള്ള സ്ഥലത്ത് അവിടെ ഇനി മണ്ണ് ബാക്കിയില്ല. അപ്പോൾ അവിടെ ഈ കരയിൽ ഈ ട്രക്ക് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് അവിടെ നിന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നവരും വിദഗ്ധരായ ആളുകളിൽ നിന്നും ലഭിക്കുന്നത്. ആ വിവരമാണ് കർണാടക സർക്കാർ ഇപ്പോൾ എം കെ രാഘവൻ എം പിയെയും എ കെ അഷ്റഫ് MLA-യും ഒക്കെ അറിയിച്ചിരിക്കുന്നത്. ഈ പുഴയിലേക്ക് മറിഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയാണ് കണക്കുകൂട്ടുന്നത്. നേവിയുടെയും അതോടൊപ്പം തന്നെ ആർമിയുടെയും സഹായത്തോടെ ഈ പുഴയിൽ തെരച്ചിൽ തുടരാൻ തന്നെയാണ് തീരുമാനം. 3 പേരെയാണ് കാണാതായിരിക്കുന്നത്. 3 പേർക്ക് വേണ്ടിയുമുള്ള തിരച്ചിൽ തുടരും എന്ന് കർണാടക സർക്കാർ അറിയിച്ചിരിക്കുന്നു. ഇപ്പോൾ സിദ്ധരാമയ്യ മുഖ്യമന്ത്രി ഈ കാർവാറിൽ പ്രത്യേകം കാർവാർ ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതിൽ നൽകുന്ന പ്രധാന നിർദ്ദേശം ഇവരെക്കുറിച്ചുള്ള വിവരം ലഭ്യമാവുന്നതുവരെ തിരച്ചിൽ തുടരണം എന്നതാണ്. ആർമിയുടെയും നേവിയുടെയും ഒക്കെ സഹായത്തോടുകൂടി പുഴയിൽ കൂടി തെരച്ചിൽ ശക്തമാക്കാനുള്ള ഒരു തീരുമാനം ആണ് ഇപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്നത്. അക്കാര്യമാണ് എം കെ രാഘവൻ എം പിയുമായി നടത്തിയ ചർച്ചയിലും സൂചിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ കരയിൽ ഉള്ളത് ഈ ലോറി കാണാതായി എന്ന് പറയപ്പെടുന്ന ആ സ്ഥലത്താണ്, മണ്ണിടിച്ചിൽ നടന്ന ആ സ്ഥലത്താണ്. സുനിൽ, ഈ എം കെ രാഘവൻ പറഞ്ഞത്, അതായത് 90% തെരച്ചിൽ പൂർത്തിയായി, ഇനി 10% ഉള്ളത്. ഇപ്പോൾ ഇനി മണ്ണ് നീക്കിയുള്ള പരിശോധനകൾ സാധ്യത, അതായത് ലോറി കണ്ടെത്താനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് പുഴയിലാണ് നടത്താൻ സാധ്യതയുള്ളത് എന്നാണ് ഈ എം കെ രാഘവൻ പറഞ്ഞത്. ഈ സുനിൽ രക്ഷാപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ അവരെന്തെങ്കിലും തരത്തിലുള്ള പ്രതീക്ഷകൾ, ഈ മണ്ണിനടിയിൽ ലോറി ഇപ്പോഴും ഉണ്ട് എന്നുള്ള പ്രതീക്ഷകൾ അവർ പങ്കുവെക്കുന്നുണ്ടോ? നമ്മളിപ്പോൾ ആ രക്ഷാപ്രവർത്തകരുടെ പ്രതികരണം എടുത്തിരുന്നു. അത് ഓണയർ പോയിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് രഞ്ജിത്തുമായി തന്നെ നമ്മൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് അങ്ങനെ പുഴയിൽ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. കാരണം നേരത്തെ നേവിയുടെ സംഘം ദിവസങ്ങളോളം പുഴയിൽ തെരച്ചിൽ നടത്തിയതാണ്. പുഴയിൽ അത് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അവരിപ്പോഴും ഉറപ്പിച്ചു പറയുന്നു ഈ വാഹനം ഇപ്പോഴും ഈ മണ്ണിനടിയിൽ തന്നെയുണ്ട്. കുറേ മണ്ണുകൂടി നീക്കം ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായും ആ ട്രക്കിനടുത്തേക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് രഞ്ജിത്ത് അടക്കമുള്ളവർ ഇപ്പോൾ വീണ്ടും പങ്കുവെക്കുന്നത്. നമ്മളിപ്പോൾ അവരോട് സംസാരിച്ചിരുന്നു. ആ പ്രതികരണം ഓണയർ പോയിട്ടില്ലെന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ആ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനമാണ് ഇവിടെ രക്ഷാപ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉള്ളത്. അവര് ഈ എം കെ രാഘവന്റെ വാദം തള്ളിക്കളയുകയാണ്. അവർ പറയുന്നത് കുറച്ച് മണ്ണും കൂടി ഇവിടെ നിന്ന് മാറ്റിയാൽ ഒരുപക്ഷെ ട്രക്കിനടുത്തേക്ക് എത്താനുള്ളൊരു സാധ്യതയുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്കിവിടെ ചില സാങ്കേതിക പ്രശ്നങ്ങളുള്ളത് കാരണം ഇവിടെ ഈ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്.